1000 കോടി രൂപയാണ് അധികമായിട്ട് അനുവദിച്ചത്. ഏറ്റവും വലിയ കാര്യം ഏതാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബഡ്ജറ്റിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് തൊഴിലുറപ്പ് തൊഴിലാളിക്ക് വെച്ച 1000 രൂപ തന്നെയാണെന്ന് ഞാൻ പറയും. മറ്റെല്ലാ മേഖലയിലും പ്രധാനപ്പെട്ടത് തന്നെ, പക്ഷെ അത് സാധാരണ ഒരു സ്റ്റേറ്റും ചെയ്യാത്ത ഒരു കാര്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഈ സെൻട്രലിൻ്റെ ആ നയത്തിന് ശേഷം ഇത് കൂടാതെ നമ്മുടെ സാധാരണ ഇപ്പം ആശാ, അംഗൻവാടി, പിന്നെ മറ്റ് പ്രീ പ്രൈമറി സ്കൂൾ പാചക തൊഴിലാളി, സാക്ഷരതാ പ്രേരകർ, ഇങ്ങനെ ധാരാളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ടോ. അവർക്ക് നേരത്തെ നിങ്ങൾക്കറിയാം, നേരത്തെ നമ്മൾ കഴിഞ്ഞ 5 വർഷം മുമ്പുള്ള ബഡ്ജറ്റിൽ പരിഷ്കരണം കൊടുത്തിരുന്നു. അതിനുശേഷം നമ്മൾ നവംബർ മാസം മുതലാണ് വീണ്ടും ഒരു പരിഷ്കരണം കൊടുത്തത്. ഇപ്പോൾ ആ സെക്ഷനെല്ലാം വീണ്ടും ഒരു പരിഷ്കരണം കൂടി കൊടുത്തു. കാരണം പണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവർക്ക് കുറച്ചുകൂടി പണം കൊടുക്കേണ്ടതാണ്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് 12 വർഷമായിട്ട് സ്കീം വർക്കേഴ്സിന് 1 രൂപ കൂട്ടിയിട്ടില്ല. ഈ കഴിഞ്ഞ സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ടുള്ള ഡിസ്കഷനിൽ നമ്മൾ ആവശ്യപ്പെട്ട പ്രധാന ആവശ്യം ഈ സ്കീം വർക്കേഴ്സിന് 18 വർഷമായിട്ട് 1 രൂപ പോലും കൂട്ടണമെന്നാണ്. ഏതായാലും അത് വന്നിട്ടില്ല. നമ്മളെന്തായാലും അതിന് അത്രയും പണം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതുപോലെ ഈ മേഖലയിലെല്ലാം പിന്നീട് ക്യാൻസർ പെൻഷൻ, അതുപോലെയുള്ള കാര്യങ്ങളുടെ പത്രപ്രവർത്തക പെൻഷൻ 1500 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 1500 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതും ഒരു ലോങ് പെൻഡിങ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പത്രപ്രവർത്തകരെല്ലാവരും പറയുന്നതായിരുന്നു. ക്യാൻസർ, ലെപ്രസി, എയ്ഡ്സ് അതുപോലുള്ള കാര്യങ്ങളിലുള്ള ഇത് വർദ്ധിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ കഴിഞ്ഞാലൊരു പ്രധാനപ്പെട്ട അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. സാധാരണ തൊഴിലാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയിലൊക്കെ നമ്മൾ ഒന്ന് പരിഗണിച്ചിട്ടുണ്ട്. അത് പരിഗണിക്കേണ്ടതാണ്. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി പറഞ്ഞു. ഈ നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരാണ്. നമ്മുടെ ഇന്ന് നഗരങ്ങൾ വൃത്തിയായി കിടക്കുന്നു, ഗ്രാമങ്ങൾ വൃത്തിയായി കിടക്കുന്നു എന്ന് പറയുന്നതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹരിതകർമ്മസേനയാണ്. ഹരിതകർമ്മസേനയ്ക്ക് ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നേരത്തെ മറ്റേ മേഖല നടത്തിയിട്ടുണ്ട്. ഡെത്ത്, അത്യാവശ്യം അതുപോലുള്ള കാര്യങ്ങൾ, നാച്ചുറൽ ഡെത്ത്, ആക്സിഡൻറ്റ് ഡെത്ത്, ഒരു കൈത്താങ്ങാവുന്നൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി അത് പറഞ്ഞേക്കുന്നത്. ലോട്ടറി തൊഴിലാളികൾക്ക് ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി അതേപോലെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഓട്ടോറിക്ഷ. അതെന്ന് വെച്ചാൽ ഏറ്റവും അസംഘടിതമായ ഏറ്റവും കൂടുതൽ ആൾ ജോലി ചെയ്യുന്ന സ്ഥലമാണ് ഈ ഓട്ടോറിക്ഷ. ഓട്ടോറിക്ഷ മേഖലയിൽ സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ആളുകളെന്നതിൽ പ്രത്യേക ചില പരിഗണന കൊടുത്തിട്ടുള്ളത്. ഓരോ സെക്ഷനിലും കൊടുക്കേണ്ടതാണ്. കുടുംബശ്രീയിലേക്ക് വേറെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ സ്വന്തമായിട്ട് വണ്ടി മേടിക്കുന്നു. സ്വന്തമായിട്ട് മിക്കവാറും ആളുകൾ സ്വന്തമായൊരു വണ്ടിയോ അല്ലെങ്കിൽ കൂടുതൽ കുറച്ചാളുകൾ പിന്നെ ജോലിക്ക് കൂടുന്നുണ്ട്. മഹാഭൂരിപക്ഷം സ്വന്തം വണ്ടിയാണ്. അപ്പോൾ അതിനിപ്പോൾ ഈ ഓട്ടോറിക്ഷയൊക്കെ വരുന്നത് വളരെ നല്ല കാര്യമാണ്. പെട്രോൾ ഭയങ്കര കോസ്റ്റാണ്. അപ്പോൾ ഈ ഓട്ടോ വരുമ്പോൾ അതിനെ മാറ്റാൻ വേണ്ടി അതിനൊരു പോളിസി എന്ന നിലയിൽ തന്നെയാണ് നമ്മളിപ്പോൾ 40,000 രൂപ വരെ കൊടുക്കുന്നൊരു സ്കീം അനൗൺസ് ചെയ്തു. ധാരാളം ആൾക്ക് അതിൻ്റെ ഗുണം കിട്ടും. കുറച്ചുകൂടി പണം കൂടുതൽ വേണ്ടി വരുമ്പോൾ അതനുസരിച്ച് നമ്മൾ കൊടുക്കും. ഇനി അത് കഴിഞ്ഞാൽ അതിന് പണം ഓട്ടോറിക്ഷ മേടിക്കണമെങ്കിൽ ആ പണം കൊണ്ട് മാത്രം തികയില്ല. അപ്പോൾ ബോറോയിങ് വേണം, കടമെടുക്കേണ്ടി വരും ബാങ്കിൽ നിന്ന് വല്ലതും. അതിന് നമ്മൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സെലക്ട് ചെയ്ത ബാങ്കിൽ നിന്ന് കടമെടുക്കുമ്പോൾ 2% അതിന് ഒരു സബ്വെൻഷൻ കൊടുക്കുന്നു. 4-5 ലക്ഷം ആളുകളെ നേരിട്ട് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവർക്ക് ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവർക്കൊക്കെ ഈ അന്നോടിയെ കിട്ടി എന്തെങ്കിലും അപകടം വന്നൊന്നുമില്ല, ഇങ്ങനെയുള്ളൊരു സെക്ഷനാണല്ലോ. അപ്പോൾ അതിനുള്ള കാര്യം നമ്മൾ ടാക്സി ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ടാക്സി ഓട്ടോറിക്ഷ മേഖലയിലൊക്കെ ഉള്ളവർക്ക് അവർക്കൊരു മാന്യമായി ഒന്ന് ഇരിക്കാനും അത്യാവശ്യം അവരുടെ പ്രാഥമിക കൃത്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടോയ്ലറ്റും ഒന്നുള്ള സംവിധാനങ്ങളോട് തകർത്തി വേണം. എല്ലാ സ്റ്റാൻഡിലും നല്ല വണ്ടി ചാർജ് ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനം. ഞങ്ങൾ ആലോചിക്കുന്നത് സോളാറിൻ്റെ പവർ ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന സൗകര്യം കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാവും. അപ്പോൾ ഒരു കിയോസ്കുകൾ പോലെ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡ് മോഡേൺ എന്ന നിലയിൽ സ്റ്റാൻഡ് എന്ന നിലയിൽ ആലോചിച്ചു. ഇത് തന്നെയാണ് ഗിഗ് വർക്കേഴ്സിൻ്റെ കാര്യം. നിങ്ങളുമെല്ലാം നമ്മളൊക്കെ ഓർഡർ ചെയ്യും, ആളുകൾ വീട്ടിൽ കൊണ്ട് തരും, ഏറ്റവും നല്ല ഭക്ഷണം കൊണ്ട് തരും, മിനിറ്റുകൾക്ക് കൊണ്ട് തരും, തിരിച്ചു പോകും. പക്ഷേ ഇവർ വഴിയിലെവിടെയൊക്കെ ഇങ്ങനെ പോയി വെയിൽ കൊള്ളാതെ മരത്തിൻ്റെ കീഴിലൊക്കെ നിൽക്കുകയാണ്. അത് സ്വയം തൊഴിലെന്ന നിലയിൽ ഇപ്പം കുട്ടികൾ, ചില ജോലിയുള്ളവർ ഒക്കെ ചെയ്യുന്നൊരു ജോലിയാണ്. അപ്പോൾ അതിനൊരു പ്രത്യേക പരിഗണന കൊടുക്കണം. അവർക്കൊരു ക്ഷേമനിധി പോലുള്ള കാര്യങ്ങൾ വേണം, നിയമനിർമ്മാണം വേണം, അത് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊപ്പം അവർക്കും ഇതുപോലെ ഇരിക്കാൻ ഒരു സ്ഥലത്ത് വന്ന ഒരു നഗരത്തിനകത്ത് ഒരു 10-20 സ്പോട്ടിലെങ്കിലും ഇങ്ങനെയുള്ളവർക്ക് ഇരിക്കാനുള്ള സ്ഥലം വേണ്ടേ? ഇങ്ങനെ വഴിയിൽ അനാഥരായിട്ട് ഏതെങ്കിലും മരത്തണലിൽ നിൽക്കുന്നതല്ലല്ലോ, അതൊരു ജീവിതമല്ലല്ലോ. അതിനുള്ള ഒരു പ്രത്യേക പരിപാടി നമ്മളതിനകത്ത് അനൗൺസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ പരമ്പരാഗത മേഖലയായ കയറും കശുവണ്ടിയും കൈത്തറിയും ആ മേഖലയിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ പുതിയ തരത്തിലുള്ള തൊഴിലുകൾ വരുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രധാന പ്രശ്നം. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്.